പാലക്കാട് ഒറ്റപ്പാലത്ത് ദമ്പതികൾ വെട്ടേറ്റു മരിച്ചു. നാലകത്ത് നസീർ, ഭാര്യ സുഹറ എന്നിവരാണ് മരിച്ചത്. ഇവരുടെ കൊച്ചുമകനായ 4 വയസ്സുകാരന് ഗുരുതരമായി പരിക്കേറ്റു. മകളുടെ ഭർത്താവ് റാഫിയാണ് ആക്രമണം നടത്തിയത്. റാഫി കസ്റ്റഡിയിലാണ്. വിവാഹബന്ധം വേർപെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കുടുംബ പ്രശ്നമാണ്. റാഫിയാണ് പിടിയിലായത്. ഞാൻ എൻ്റെ അടുത്തിൻ്റെ കൂട്ടുകാരുണ്ട്. അവൻ പറഞ്ഞിട്ടാണ് രാത്രി വന്നത്. വന്ന് നോക്കുമ്പോൾ ഉള്ളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് ഞാൻ കണ്ടത്. വേർപിടിഞ്ഞിട്ട് കുറച്ചായി ഉണ്ട്. എൻ്റെ കേസ് കിടക്കാൻ തുടങ്ങിയിട്ട് അടുത്തായിട്ടുള്ളൂ. അവൻ ഇവിടെ അടുത്തെവിടെ താമസിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ അവർ പറയുന്നുണ്ട്. എനിക്കറിയില്ല. അവൻ വന്ന് താമസിച്ചിട്ട് കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോയാലും സമയത്തിന് ഇങ്ങോട്ട് കൊടുന്ന് വിടലൊക്കെ ആയിരുന്നു. ഇന്നലെ അവൻ കൊടുന്ന് വിടണോ ഇനി കൊണ്ടുവരണോ അറിയില്ല. അതിൻ്റെ ഇടയിൽ വന്ന വാക്കുവാദങ്ങളാണ് എനിക്കും ഇതിന് കാര്യം. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചായി. ഒരു ലവ് മാരേജ് ആയിരുന്നു. പ്രതി മയക്കുമരുന്ന് അടിമയാണ്. അത് അതിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അവരവിടുന്ന് വന്നത്. ഇന്നലെ ഒരു 12 മണിയോടുകൂടിയാണ് നമ്മൾ വിവരറിയുന്നത്. ഇന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഇവിടെ മരിച്ചടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ മകള് ഇതേപോലെ രക്ഷപ്പെട്ടിട്ട്, മകളും കുട്ടിയും കൂടി രക്ഷപ്പെട്ടിട്ട് തോട്ടക്കര സെൻറ്ററിലേക്ക് എത്തുമ്പോൾ അവിടെ കുറച്ച് ആളുകൾ കല്യാണത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഓടി ചെല്ലുന്നത്. അപ്പോൾ അവരെ തൽക്കാലം തൊട്ടപ്പുറത്തൊരു വീട്ടിലേക്ക് അവിടെ കയറി ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് പിന്നാലെ ഈ പ്രതിയും പിന്നാലെ ഓടി വന്നിട്ട് ഇവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങനെ പോവുകയും ചെയ്തു. എന്നിട്ട് പിന്നെ പോലീസ് എത്തിയിട്ടാണ് ഈ അമ്മയും കുട്ടീനെയും ഹോസ്പിറ്റലിലേക്ക് ആക്കുന്നത്. അപ്പോൾ നോക്കുന്ന സമയത്ത് കുട്ടിയുടെ മേലിൽ ധാരാളം മുറിവുകളുണ്ടായിരുന്നു. ധാരാളം അങ്ങനെ ചോരൊക്കെ വന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് നസീറും ഭാര്യയൊക്കെ കുത്തേറ്റ് മരിച്ച് വളരെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മൃഗീയമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമ്മളാരും കണ്ടിട്ടില്ല ഈ ആളെ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണ് ആൾ ഈ ഇവിടെ വന്നിട്ട് വഴക്കുണ്ടാക്കുന്നതൊക്കെ നമ്മൾ ഇതിന് ശേഷമാണ് അറിയുന്നത്. അപ്പോൾ ഇവിടെ ആൾ ഇത്തരം വിവരങ്ങൾ വേറെ ആരായിട്ടൊന്നും ഷെയർ ചെയ്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് നമുക്കതൊരു പ്രശ്നമുള്ളതായിട്ട് നമുക്ക് അറിയുന്നതല്ല. ഗോകുൽ VS വിവരങ്ങളുമായി ചേർന്നുണ്ട്. ഗോകുൽ, ക്രൂരമായ കൊലപാതകം എന്നാണ് ബന്ധുക്കളും ദൃക്സാക്ഷിയും അവിടെ ഉള്ളവരും ഒക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെയൊരു അക്രമത്തിലേക്ക് നയിച്ച സാഹചര്യം, അതിന്റെ കാരണം എന്ന് പോലീസ് വ്യക്തമാക്കുന്നത് എന്താണ്? കുഞ്ഞിപ്പോൾ ചികിത്സയിലാണ്. കൊച്ചുമകൻ എങ്ങനെയുണ്ട് കുട്ടിക്ക്? കുട്ടിയുടെ ആരോഗ്യനിലയിൽ തൃപ്തികരമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. സുൽഫിയത്തും അച്ഛനായിട്ടുള്ള നസീറും ഭാര്യ സുഹറയും ഒക്കെ താമസിച്ചിരുന്നത് ഈ വീട്ടിലാണ്. ഈ കടമുറിയും ഈ മുകളിലെ നിലയുമുള്ള ഈ വീട്ടിലാണ്. ഇവിടെ താമസിക്കുന്നതിനിടയിലാണ് ഇന്നലെ ഈ ഒരു അക്രമം ഉണ്ടായത്. ഏകദേശം ഒരു 12 മണിയോട് അടുപ്പിച്ച് സമയമായി കാണും. ഇവിടേക്ക് എത്തിയ പ്രതി ആദ്യം നസീറിനെയും പിന്നീട് ഭാര്യ സുഹറയെയും കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം സുഫിയത്തിനും മകനായ 4 വയസ്സുകാരനെയും നേരെ തിരിഞ്ഞു. അവർ ഓടി ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങുകയും അടുത്തുള്ള കവലയിലെത്തിയത് കൊണ്ട് മാത്രമാണ് അവർക്ക് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഏതായാലും വളരെ പ്രതിയായ റാഫിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലേക്ക് ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഇവരുടെ ശരീരത്തിലൊക്കെ ഇപ്പോഴും ആ ചോരയുടെ പാടുകളുണ്ട്. നിങ്ങൾ ഇന്നലെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയപ്പോഴാണ് ഈ ശരീരത്തിലൊക്കെ ചോരയുടെ കൊണ്ടുപോകുമ്പോൾ കുട്ടീനെ കൊണ്ടുപോകാൻ ഞങ്ങൾ. അപ്പോൾ കുട്ടീൻ്റെ കഷ്ടത്തിൽ നല്ല ആഴത്തിൽ കത്തിയോടെ കുത്തിയ പാടുണ്ട്. നല്ല മുറിവായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കുട്ടീനെ കൂടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഭാര്യ പറഞ്ഞു എൻ്റെ ഉപ്പനും ഉമ്മനെ കത്തിക്കൊണ്ട് വെട്ടിയിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഓടി വന്നു. പഞ്ചായത്ത് മെമ്പറെ കൂടി കയറിയ സമയത്താണ് ആ വീട്ടിലെ ചായപ്പിൽ രണ്ടുപേരും കത്തിയോടെ പരിക്ക് വെച്ച് മരിച്ചെടുക്കുന്നത് ഞങ്ങൾ കണ്ടത്. ആശുപത്രി കൊണ്ടുപോയപ്പോഴാണ് ശരീരത്തിലൊക്കെ ആശുപത്രി കൊണ്ടുപോയപ്പോൾ ചോര കുട്ടീൻ്റെ ശരീരം മൊത്തം ബ്ലഡായിരുന്നു. അങ്ങനെ ആയതാണ് ബ്ലഡ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പ്രതിയെ പിടികൂടിയതല്ലേ? പ്രതിനെ ഞങ്ങൾ രാത്രി മുഴുവൻ മൊത്തം തപ്പി. എന്നിട്ട് ലാസ്റ്റ് പുലർച്ചെ 4:15 നല്ല പള്ളിൻ്റെ ഉള്ളിൽ ഒരു സൈഡ് കുഴിയിൽ ഒളിഞ്ഞിരിക്കുക കണ്ടിട്ട് ചാടി പിടിച്ചു പോകാനാണ്. ഇവരുടെയൊക്കെ ശരീരത്തിൽ ഇപ്പോഴും ആ ചോരയുടെയൊക്കെ പാടുകളുണ്ട്. ഇവരൊക്കെ ആ കുട്ടിയെയൊക്കെ ആശുപത്രിയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് ഈ ഒരു ഇവരുടെ ശരീരത്തിലൊക്കെ ഇപ്പോഴും ആ ചോരപ്പാടുള്ളത്. അവർ ഇന്നലെ മുതൽ ഇവിടെ ഉള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രദേശവാസികളും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ എന്താണ് ഉണ്ടായത്? ഇന്നലെ രാത്രി പുലർച്ചെ ഒരു 12:30 കൂടിയാണ് സംഭവം നടന്നിട്ടുള്ളത്. കുട്ടി ഇറങ്ങി ഓടി മോനെ എടുത്തിട്ട് ഇറങ്ങി ഓടുക. അതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. എന്തൊക്കെ ഫാമിലി ഇഷ്യൂ ഉണ്ടായിരുന്നു, അത്ര തന്നെ അറിയാം. റാഫി ഒന്ന് ഇടയ്ക്ക് ചെറുതായിട്ട് ബഹളങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അവർ ഡൈവേഴ്സിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
പ്രധാനമായും ഈ 4 വയസ്സുകാരൻ്റെ കസ്റ്റഡി സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികളിൽ നിന്നും പോലീസിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്, ഇവിടെയാണ് ഈ അക്രമം ഉണ്ടായത്. ഇപ്പോഴും ഇവരുടെ മൃതദേഹങ്ങൾ ഇതിനുള്ളിൽ തന്നെയുണ്ട്. നസീറിൻ്റെയും ഭാര്യ സുഹറയുടെയും മൃതദേഹം ഈ വീടിൻ്റെ പുറത്ത് പിൻഭാഗത്തായി നമുക്ക് കാണാൻ കഴിയും. സമീപത്തുള്ള വീട്ടിൽ ആൾതാമസം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം സുൽഫിയത്തും മകനായ 4 വയസ്സുകാരനും പിന്നീട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. അവർ ഏകദേശം ഇതിന് സമീപത്തുള്ള കവലയിലെത്തിയപ്പോഴാണ് അവിടെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അവർ ചേർന്നാണ് ഈ വിവരം പോലീസിൽ അറിയിച്ചതും പിന്നീട് പോലീസ് എത്തിയതും അവരെ രക്ഷിച്ചതും ഒക്കെ. ഏതായാലും വലിയൊരു ക്രൂരമായ കൊലപാതകം എന്ന് തന്നെ പറയാവുന്ന ഒരു സംഭവമാണ് പാലക്കാട് ഒറ്റപ്പാലത്ത് സംഭവിച്ചത്. ശരി, സംഭവ സ്ഥലത്ത് നിന്നും ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കുടുംബ പ്രശ്നമാണ്. പുലർച്ചയോടുകൂടി ഈ സംഭവം ഉണ്ടാകുന്നു. 2 മരണം സംഭവിക്കുന്നു. കൊച്ചുമകൻ 4 വയസ്സുള്ള കുട്ടിയാണ്, ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീയും ആ കുഞ്ഞും ആ സംഭവ സ്ഥലത്ത് നിന്ന് അവിടുന്ന് ഇറങ്ങി ഓടിയത് കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. സമീപത്ത് നിന്ന് പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നതും. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.